ബന്ധനങ്ങളാകുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അമ്മയോടുള്ള അടുപ്പം അതൊരു മകനെ കൊലപാതകിയാക്കി. തിരുവനന്തപുരം കോവളത്ത് പാചകത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. രാജേന്ദ്രൻ, അയൽവാസിയായ രാജേന്ദ്രനെ രാജീവാണ് കൊലപ്പെടുത്തിയത്. പ്രതിയുടെ അമ്മയോടുള്ള രാജേന്ദ്രന്റെ അടുപ്പമാണ് കൊലപാതക കാരണം. ഈ മാസം 17-ാം തീയതിയാണ് രാജേന്ദ്രനെ കോവളം നെടുമത്തെ സഹോദരിയുടെ വീടിന്റെ ടെറസിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 3 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്നു. 60 വയസ്സുള്ള രാജേന്ദ്രൻ സിറ്റിയിലെ ഒരു ഹോട്ടലിലെ കുക്കായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് കോവളം SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കഴുത്തിൽ പുറമെ നിന്നുള്ള ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാമെന്ന ഡോക്ടറുടെ സംശയമാണ് ഒടുവിൽ അന്വേഷണത്തിന് വഴിത്തിരിവായതും. പ്രൈമറി ഇൻവെസ്റ്റിഗേഷനും പോസ്റ്റ്മോർട്ടം സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നാച്ചുറൽ ഡെത്ത് ഇല്ലാതെ വേറെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത ഉണ്ട്. പോസ്റ്റ്മോർട്ടമും അവിടുത്തെ ഫോറൻസിക് സർജനോട് സംസാരിച്ച സമയത്ത് പ്രഷർ അപ്ലൈഡ് ഓൺ ദ വോയിസ് ബോക്സ് ഓഫ് എ പേഴ്സൺ ആൻഡ് വോയിസ് ബോക്സ് ഇസ് ഡാമേജ്. കൊലപാതകമാണെന്ന ഫോറൻസിക് സർജന്റെ സംശയത്തിന് പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിൽ നിന്നുമാണ് പ്രതി രാജീവിന്റെ അമ്മയായ ഓമനയുമായുള്ള രാജേന്ദ്രന്റെ അടുപ്പത്തെക്കുറിച്ച് പോലീസ് അറിയുന്നതും. തുടർന്ന് രാജീവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. അമ്മയായ ഓമനയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന് സംശയിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് രാജീവ് ഒടുവിൽ അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തി. കഴുത്തു ഞെരിച്ച് കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.